എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. കുട്ടികളുടെ ലഞ്ച് ബോക്സിനായിട്ട് രാവിലെ ഒരുപാട് നേരമൊന്നും വേണ്ടാതെ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തലേന്ന് ബാക്കി വന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയോ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പി, ഒരു കൊത്ത് ചപ്പാത്തി എന്നൊക്കെ പറയാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. 4 മണിക്ക് പലഹാരമായിട്ടുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്ന 6 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇന്നുണ്ടാക്കുന്ന ചപ്പാത്തി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് ഫ്രിഡ്ജ് വെച്ച ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. തലേന്ന് രാത്രിയിൽ ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു നൈഫ് വെച്ച് നീളത്തിൽ ഈ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിച്ചിയിട്ടാലും മതിയാകും. ഇത് കൂടാതെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വേണം. 3 ചെറിയ സവാളയുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയുള്ളി എടുത്താലും മതിയാകും. ഇത് കൂടാതെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ 2 മുട്ട കൂടി വേണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 ചെറിയ കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ ബേ ലീവ്സ്, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ നല്ലൊരു മണം വരുന്നിടവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2.5 സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കാണിച്ച 3 സവാളയിൽ നിന്ന് 2.5 സവാളയാണ് നമ്മൾ ഈ സമയത്ത് ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8ആയിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ സവാളയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 സെക്കൻഡ് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിട വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് നമ്മളിതധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. മുതിർന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പല്ല, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് നീളത്തിലാണ് നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ക്യാബേജ് അങ്ങ് ഒരുപാട് സോഫ്റ്റാക്കി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. അത് മാത്രമല്ല നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടും സഹായിക്കും. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ലോയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് വിതറി കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ മുട്ട ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരുപാട് സ്പീഡിലിട്ട് മുട്ട ഇളക്കേണ്ട ആവശ്യമില്ല. മുട്ട ഇങ്ങനെ വെന്ത് വരുമ്പോൾ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും നമുക്ക് മുട്ട ചെക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മുട്ടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടാനാണെങ്കിൽ ഈ ചപ്പാത്തി കുറച്ചൊന്ന് സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഇതിൻ്റെ നടുക്കേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകാനായിട്ടും നമ്മുടെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇൻഫ്യൂസായി കിട്ടാനും സഹായിക്കും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ ബാക്കി വെച്ച ഒരു അരമുറി ചെറിയ സവാളയുടെ പീസില്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വിതറി കൊടുക്കാം. നമ്മൾ പണ്ട് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തപ്പോഴും അവസാനം ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ഇട്ട്
കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന താമസം പോലും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മുടെ വീഡിയോ ഇഷ്ടമാകാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മടിക്കരുത്. അത് കാണുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.